ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് മൊഡ്യൂൾ 6-ലെ എക്കണോമിക് ബോട്ടണി എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. പോകാം വീഡിയോ. എക്കണോമിക് ബോട്ടണിയിൽ നമുക്ക് പഠിക്കേണ്ടത് ഏതൊക്കെ പ്ലാന്റിന്റെ ഏത് പാർട്ട്, മോർഫോളജി യൂസ്ഫുൾ പാർട്ട്, ഏത് പാർട്ടാണ് നമ്മൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, ആ പ്ലാന്റ് വരുന്ന ഫാമിലി ഏത്, അതിന്റെ സയന്റിഫിക് നെയിം ഏത്, ശാസ്ത്രീയ നാമം ഏത്, ഇത്രയുമാണ് നമുക്കിത് പഠിക്കേണ്ടത്. വേറെ ഒന്നും പഠിക്കാനായിട്ട് സിലബസ് പറഞ്ഞിട്ടില്ല. പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം, ഫാമിലി, മോർഫോളജി, യൂസ്ഫുൾ പാർട്ട്, ഇത്രയുമാണ് പഠിക്കാൻ പറയുന്നത്. ആദ്യം തന്നിരിക്കുന്നത് സീരിയൽസ് ആണ്, അതായത് ധാന്യങ്ങൾ. ധാന്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടത് ഗോതമ്പും റാഗിയുമാണ്. അപ്പൊ ഗോതമ്പിന്റെ റാഗിയുടെയും പേര്, അതിന്റെ ഫാമിലി, അതിന്റെ ഏത് പാർട്ടാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യത്തത് ഗോതമ്പ്, വീറ്റ്. അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ട്രിറ്റിക്കം എസ്റ്റിവം ആണ്. ഫാമിലി പോയേസിയെ. ഇതിന്റെ എൻഡോസ്പം, സ്റ്റാർച്ചി എൻഡോസ്പം ആണ്, അതായത് ബീജാന്നമാണ് നമ്മൾ കഴിക്കുന്നത്. ഗോതമ്പായിട്ട് നമ്മൾ കഴിക്കുന്നത് അതിന്റെ എൻഡോസ്പം ആണ്. സീഡും ഫ്രൂട്ടും കൂടെ ചേർന്ന് ഒറ്റ ഭാഗമായിട്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എൻഡോസ്പം ആണ്. അതിന്റെ ഒരു സൈഡിലാണ് എംബ്രിയോ കാണപ്പെടുന്നത്. ആ എൻഡോസ്പം ആണ് നമ്മൾ കഴിക്കുന്നത്. നെല്ലിലും അത് തന്നെയാണ്. റാഗി, റാഗിയുടെ സയന്റിഫിക് നെയിം എലൂസിൻ കോറക്കാന. എലൂസിൻ കോറക്കാന, ഫാമിലി പൊയേസി തന്നെയാണ്. അതിന്റെ ബീജാനം തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അടുത്തത് പൾസസ് അഥവാ പയർ വർഗത്തിൽപ്പെട്ട ചെടികളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കാം. അതിൽ നമുക്ക് ആദ്യം പഠിക്കുന്നത് ബ്ലാക്ക് ഗ്രാമായ ഉഴുന്നാണ്. ഉഴുന്നിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് വിഗ്ന മുങ്കോ എന്നാണ്. പഴയ പേര് ഫെസിയോലസ് മുങ്കോ എന്നായിരുന്നു. ഇപ്പോഴത്തെ പുതിയ പേര് വിഗ്ന മുങ്കോ എന്നാണ്. ഫാമിലി ഫാബേസിയെ. അതിന്റെ വിത്തുകൾ, സീഡ്സ് ആണ് നമ്മൾ കഴിക്കുന്നത്. ബംഗാൾ ഗ്രാം, ബംഗാൾ ഗ്രാം വെച്ചാൽ കടല. കടലയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് സിസർ അരൈറ്റിനം. സിസർ അരൈറ്റിനം എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. കടല വരുന്ന ഫാമിലി ഫാബേസിയെ. അതിന്റെ വിത്തുകൾ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അടുത്തത് ഷുഗർ ഈൽഡിംഗ് പ്ലാന്റ് ആണ്. അതിൽ ഷുഗർ എടുക്കുന്ന, പഞ്ചസാര എടുക്കുന്ന പ്ലാന്റ് ആണ് കരിമ്പ്, ഷുഗർ കെയിൻ. സയന്റിഫിക് നെയിം സക്കാരം ഒഫിഷ്യനാരം. അതിന്റെ ഫാമിലി പോയേസി തന്നെയാണ്. അതിന്റെ സ്റ്റെം, നമ്മുടെ കരിമ്പിന്റെ സ്റ്റെം ആണ് നമ്മൾ പഞ്ചസാരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. സ്പൈസസ് അഥവാ സുഗന്ധ വ്യഞ്ജനങ്ങളിലെ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഏലം അഥവാ കാർഡമം ആണ്. സയന്റിഫിക് നെയിം എലറ്റേറിയ കാർഡമോമം. എലറ്റേറിയ കാർഡമോമം. സിഞ്ചിബറേസി എന്ന ഫാമിലി, ഇഞ്ചിയുടെ കുടുംബത്തിലാണ് ഇത് വരുന്നത്. അതിന്റെ ഫ്രൂട്ട്സ്, ഉണങ്ങിയ ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഏലമായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനത്തിൽ അടുത്ത പഠിക്കേണ്ടത് കുരുമുളകാണ്, ബ്ലാക്ക് പെപ്പർ. പൈപ്പർ നൈഗ്രം എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. പൈപ്പറേസി എന്നാണ് ഫാമിലിയുടെ പേര്. അതിന്റെ ഫ്രൂട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജാതിക്ക അഥവാ നട്ട്മഗ്, സുഗന്ധവ്യഞ്ജനങ്ങൾ അടുത്തതാണ് ജാതിക്ക. അതിന്റെ സയന്റിഫിക് നെയിം മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ്. ഫാമിലി മിരിസ്റ്റിക്കേസിയെ. ജാതിക്കയുടെ ഏറ്റവും എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ജാതിപത്രി അഥവാ ഏറിലുകൾ എന്ന് പറയും. ഏറിലാണ് ശരിക്കും ജാതിപത്രിയായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്ലഷി ഏറിൽസ്, അതായത് സീഡിന് പുറത്ത് ഒരു ചുമന്ന കളറിലെ കാണപ്പെടുന്ന ഒരു എന്താ വല പോലെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഏറിൽസ് എന്ന് പറയും. ഇതിനെക്കുറിച്ച് ക്ലാസ്സിൽ ഞാൻ സീഡ്സിന്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഏറിൽസിന്റെ മലയാളം നമ്മൾ ജാതിപത്രി എന്ന് പറയും. അപ്പൊ ഏറിൽസ് വളരെയധികം എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതോടൊപ്പം തന്നെ ജാതിക്കയുടെ സീഡും അതുപോലെ ജാതിയുടെ ഫ്രൂട്ടും നമ്മൾ കഴിക്കാറുണ്ട്. അച്ചാറിടാനൊക്കെ കഴിക്കാറുണ്ട്. വിത്തുകളും ഭയങ്കരമായിട്ട് മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഏറിൽസും ഉപയോഗിക്കുന്നു. അടുത്തത് ട്യൂബേഴ്സ് അഥവാ കിഴങ്ങുകൾ. ആദ്യം പഠിക്കേണ്ടത് കേരളത്തിന്റെ സ്വന്തം മരച്ചീനി അഥവാ ടപ്പിയോക്ക. ഈ മരച്ചീനി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കഴിഞ്ഞ ഒരു HSA ചോദിച്ചൊരു ചോദ്യമായിരുന്നു, മരച്ചീനി കേരളത്തിൽ കൊണ്ടുവന്നത് ഏത് രാജാവാണ്, അല്ലെങ്കിൽ ഏത് രാജഭരണത്തിന്റെ സമയത്താണ് മരച്ചീനി ആദ്യമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്? ആയില്യം തിരുനാൾ രാമവർമ്മ തമ്പുരാന്റെ സമയത്താണ് മരച്ചീനി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതൊരു PSC ക്വസ്റ്റ്യൻ ആയി. നമുക്കിപ്പോൾ നോക്കേണ്ടത് മരച്ചീനിയുടെ സയന്റിഫിക് നെയിമാണ് മാൻഹോഡ് എസ്റ്റുഡന്റ. അതിന്റെ ഫാമിലി യുഫോർബേസി, റബ്ബറിന്റെ കുടുംബം തന്നെയാണ്. അപസ്ഥാനീയ വേരുകൾ, അഡ്വന്റീഷ്യസ് റൂട്ട്സ് ആണ് കിഴങ്ങുകളായിട്ട് മാറുന്നത്. അതായത് റൂട്ട് ഉണ്ടാവുന്നത് ചെടിയുടെ റാഡിക്കളിൽ നിന്നല്ലാതെ മറ്റേത് ഭാഗത്തുനിന്ന് റൂട്ട് ഉണ്ടായാലും അതിന് അപസ്ഥാനീയ അല്ലെങ്കിൽ അഡ്വന്റീഷ്യസ് വേരുകൾ എന്നല്ലേ പറയുന്നത്. അങ്ങനെയുള്ള വേരുകൾ, കാമ്പിന്റെ അറ്റത്തുണ്ടാകുന്ന ആ വേരുകളിൽ ഫുഡ് സ്റ്റോറിന്റെ ഫലമായിട്ടാണ് കിഴങ്ങായിട്ട് മാറുന്നത്. ആ അപസ്ഥാനീയ വേരുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ആഹാരമായിട്ട് കഴിക്കുന്നത്. അടുത്തത് ഫൈബേഴ്സ് അഥവാ നാരുകൾ. കയറാണ് ആദ്യം പഠിക്കേണ്ടത്. അതിൽ കയറിന് വേണ്ട നാര് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? തെങ്ങിൽ നിന്നാണ്. തെങ്ങിന്റെ സയന്റിഫിക് നെയിം കോക്കോസ് മ്യൂസിഫറ. ഫാമിലി അരക്കേസിയെ ആണ് എന്റെ ഫാമിലി. കയറിന്റെ ചകിരി കിട്ടുന്നത് ഏത് ഭാഗത്താണ്? ഫ്രൂട്ടിന്റെ മീസോകാർപ്പാണ്. അതായത്
ഫ്രൂട്ട് വാളിന് 3 ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് അല്ലേ? അതിന്റെ മീസോകാർപ്പ്, ഫൈബ്രസ് ആയിട്ടുള്ള മീസോകാർപ്പാണ് നമ്മൾ ചകിരിയായിട്ട് എടുക്കുന്നതും ഹെയറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത ഒരു നാരിന്റെ ഉദാഹരണമാണ് പരുത്തി അഥവാ കോട്ടൺ. സയന്റിഫിക് നെയിം ഗോസിപ്പിയം ആർബോറിയം എന്നാണ് എന്റെ സയന്റിഫിക് നെയിം. ഫാമിലി ചെമ്പരത്തി കുടുംബമായ മാൽവേസിയാണ്. വിത്തുകളുടെ ബീജാവരണത്തിൽ നിന്നാണ് ഈ ഫൈബർ കിട്ടുന്നത്. അതായത് സീഡ് കോട്ടിൽ നിന്നാണ്, സീഡിന്റെ സീഡ് കോട്ടിൽ നിന്നാണ് ഈ ഫൈബർ നമുക്ക് കിട്ടുന്നത്. അതാണ് പിന്നീട് പരുത്തി നൂലായിട്ട് എടുക്കുന്നത്. മറ്റൊരു ഫൈബറിന് എക്സാമ്പിൾ ആണ് ജൂട്ട് അഥവാ ചണം. ചണം എടുക്കുന്ന പ്ലാന്റിന്റെ പേര് കോർക്കോറസ് ക്യാപ്സുലാരിസ്. കോർക്കോറസ് ക്യാപ്സുലാരിസ് എന്നാണ് ചണത്തിന്റെ സയന്റിഫിക് നെയിം. ഫാമിലി മാൽവേസി തന്നെയാണ്. ഫാമിലി പഠിപ്പിച്ചപ്പോൾ ഞാൻ ഇത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഫ്ലോയം ഫൈബേഴ്സ് ആണ്, അതായത് ഫ്ലോയത്തിനോട് അറ്റാച്ച് ഇരിക്കുന്ന ഫൈബർ ആണ് ഇവിടെ ചണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്ലോയം ഫൈബേഴ്സ് ആണ് ചണമായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് ലാറ്റക്സ് അഥവാ കറകൾ. കറകൾ എടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് റബ്ബർ. റബ്ബറാണ് നമുക്ക് തന്നിരിക്കുന്നത്. റബ്ബറിന്റെ സയന്റിഫിക് നെയിം ഹെവിയ ബ്രസീലിയൻസിസ്. ഫാമിലി യൂഫോർബിയേസിയെ. മരപ്പട്ടയിൽ നിന്നുള്ള മിൽക്കി ലാറ്റക്സ്, അതായത് മരപ്പട്ടയിൽ നിന്നുള്ള കറ, മിൽക്കി ഫ്ലൂയിഡ് ഫ്രം ബാർക്ക്, അതാണ് നമ്മൾ റബ്ബറിന്റെ പല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ കറയാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ബിവറേജസ് ആണ്, അതായത് പാനീയങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കേണ്ടത് കോഫിയാണ്. കോഫിയുടെ സയന്റിഫിക് നെയിം കൊഫിയ അറബിക്ക എന്നാണ്. ഫാമിലി റൂബിയേസി ആണ്. അതിന്റെ കോട്ടിലൻസ്, സീഡിന്റെ കോട്ടിലൻസ് ആണ് നമ്മൾ കോഫിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്തത് മെഡിസിനൽ പ്ലാന്റ്സ്, മരുന്നുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തത് ആടലോടകം. എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ആടലോടകം. അതിന്റെ സയന്റിഫിക് നെയിം ആടത്തോട വസീക്ക. പക്ഷെ അതിന്റെ പുതിയ പേര് ജസ്റ്റീഷ്യ ആടത്തോട എന്നാണ് കേട്ടോ. പണ്ടൊക്കെ പഠിക്കുമ്പോൾ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആടത്തോട വസീക്ക തന്നെയായിരുന്നു. ഇപ്പോൾ അതിന്റെ പേരൊന്ന് മാറിയിട്ടുണ്ട്, ജസ്റ്റീഷ്യ ആടത്തോട എന്നായിരുന്നു. അപ്പൊ അതൊന്ന് ഓർത്ത് ചെയ്യുക. അപ്പം നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സോഴ്സിൽ ഇതിൽ ഏത് പേരാണ് കൊടുത്തിരിക്കുന്നത് അറിയില്ല. പുതിയ കുട്ടികളൊക്കെ ചിലപ്പോൾ ജസ്റ്റീഷ്യ ആടത്തോട എന്നായിരിക്കും പഠിക്കുന്നത്. ഞാനൊക്കെ പഠിച്ചിരുന്നത് ആടത്തോട വസീക്ക എന്നാണ്. അതിന്റെ ഫാമിലി നമുക്കറിയാം അക്കാന്തേസി, കനകാന്തരത്തിലാണ് അത് വരുന്നത്, അതിന്റെ ഫാമിലിയിലാണ് വരുന്നത്. അതുപോലെ ആടലോടകം 2 തരത്തിലുണ്ട്. വലിയ ഇലകളുള്ള ആടലോടകമുണ്ട്, ചെറിയ ഇലകളുള്ള ആടലോടകമുണ്ട്. അതിൽ ചെറിയ ഇലകളുള്ള ആടലോടകമാണ് ചിറ്റാടലോടകം. അതിന്റെ പേരാണ് ജസ്റ്റീഷ്യ ബെഡോമൈ. ജസ്റ്റീഷ്യ ബെഡോമൈ എന്നാണ് ചിറ്റാടലോടകം അറിയപ്പെടുന്നത്. നോർമൽ വലിയ ഇലയുള്ള ആടലോടകമാണ് സാധാരണ നമ്മളെല്ലാവരും കാണുന്നതും ആടത്തോട വസീക്ക എന്ന് പറയുന്ന ആടലോടകം. ഫാമിലി അക്കാന്തേസി. ഇതിന്റെ ലീവ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊരു പ്ലാന്റ് ആണ് ശവക്കോട്ട പച്ച അഥവാ നിത്യകല്യാണി എന്നൊക്കെ പറഞ്ഞു. നിത്യകല്യാണി, ശവക്കോട്ട പച്ച, ശവനാറ് എന്നൊക്കെ അറിയപ്പെടുന്ന കാശിത്തെറ്റി എന്നും പറയാറുണ്ട്. ചില നാടുകളിൽ കാശിത്തെറ്റി എന്നൊക്കെ പറയാറുണ്ട്. ശവക്കോട്ട പച്ച വെർണാക്കുലർ നെയിം ആയതുകൊണ്ട് ചില പല ഭാഗങ്ങളിൽ കാശിത്തെറ്റി എന്നാണ് വേറെ പ്ലാന്റുകൾ ഉണ്ടാകാം. എന്നാലും ചില നാടുകളിൽ അറിയപ്പെടുന്നത് കാശിത്തെറ്റി, ശവക്കോട്ട പച്ച, ശവനാറി, അതുപോലെ നിത്യകല്യാണി എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അതിന്റെ സയന്റിഫിക് നെയിം കത്തറാന്തസ് റോസിയസ് എന്നാണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് കാലങ്ങളിൽ എൻ്റെ ആദ്യ പേര് ബിങ്ക റോസിയ എന്നായിരുന്നു. ഇപ്പൊ അതിന്റെ പേര് മാറി കത്തിരാന്തസ് റോസിയസ് എന്നാക്കിയിട്ടുണ്ട്. ഫാമിലി അപ്പോസൈനീസിയെ. വേരുകളിൽ നിന്നുള്ള ആൽക്കലോയിഡാണ് മരുന്നിന് വേണ്ടി പലതും ഉപയോഗിക്കുന്നത്. ആൽക്കലോയിഡ് ഫ്രം റൂട്ട്സ്. ഈ ആൽക്കലോയിഡിന്റെ പേര് ഞാൻ ഫാമിലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിൻക്രിസ്റ്റിനും വിൻബ്ലാസ്റ്റിനും. വിൻക്രിസ്റ്റിനും വിൻബ്ലാസ്റ്റിനും ബ്ലഡ് ക്യാൻസറിനെതിരെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഫില്ലാന്തസ്. ഫില്ലാന്തസ് ജീനസിൽ ഒരുപാട് പ്ലാന്റ് ഉണ്ട്. നമ്മുടെ നാടൻ നെല്ലിക്കയില്, കാട്ടൻ നെല്ലിക്ക എന്ന് പറയും, അത് ഫില്ലാന്തസ് എംബ്ലിക്കയാണ്. പക്ഷേ ആയുർവേദത്തിലും മറ്റും മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നെങ്കിലും കൂടുതലും മെഡിസിനൽ പർപ്പസിനുള്ള ഒരു ഫില്ലാന്തസ് ആണ് കീഴാർ നെല്ലി. കീഴാർ നെല്ലിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫില്ലാന്തസ് നിരൂരി, അതൊരു കീഴാർ നെല്ലി തന്നെയാണ്. മറ്റൊരു ടൈപ്പ് കീഴാർ നെല്ലിയാണ് ഫില്ലാന്തസ് അമാരസ്. ഇത് രണ്ടും കീഴാർ നെല്ലികളുടെ 2 തരം സ്പീഷീസ് ആണ്. ഫാമിലി ഫില്ലാന്തേസി എന്ന ഫാമിലിയിലാണ്. പ്ലാന്റിന്റെ എല്ലാ ഭാഗവും, ഹോൾ പ്ലാന്റ് ഭാഗവും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? പല പർപ്പസിന്, മരുന്നുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. സർപ്പഗന്ധി, റെവോൾഫിയ സർപ്പന്റീന എന്നാണ് സയന്റിഫിക് നെയിം. അപ്പോസൈനീസിയാണ് ഫാമിലി. ഇതിന്റെ സർപ്പഗന്ധിയുടെ ഇലകളും വേരുകളുമാണ് കൂടുതലായിട്ട് മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വേപ്പ് അഥവാ നീം. അസഡിറാക്ട ഇൻഡിക്ക എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. മീലിയേസിയാണ് ഫാമിലി. ഇലകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 6 എക്കണോമിക് ബോട്ടണി വളരെ കുറച്ചേ ഉള്ളൂ. ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് സയന്റിഫിക് നെയിം പഠിച്ചിരിക്കുക, ഫാമിലി പഠിച്ചിരിക്കുക, മോർഫോളജി യൂസ്ഫുൾ പാർട്ട് പഠിച്ചിരിക്കുക.
ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.